ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു ഡിഫൻസ് സ്റ്റോക്കിന്റെ പേരുണ്ട്, അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. ഈ മൾട്ടി ബാഗർ ഡിഫൻസ് സ്റ്റോക്ക് അതിന്റെ 52 വീക്കിലെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ കമ്പനിയുടെ ഈ ഒരു കുതിച്ചുചാട്ടത്തിന് പിന്നിലുള്ള രഹസ്യം? നിങ്ങളുടെ പണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ റിട്ടേൺ നൽകാനോ ഈ ഒരു സ്റ്റോക്കിന് കഴിയുമോ? നമുക്കിത് വിശദമായി പഠിക്കാം. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽസ് നമുക്കൊന്ന് നോക്കി പോകാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് പഠിക്കുകയാണെങ്കിൽ 1985 എസ്റ്റാബ്ലിഷ് ആയ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് AMS കസ്റ്റം ബിൽഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോ മെക്കാനിക്കൽ സൊല്യൂഷനുകളുടെ രൂപകൽപ്പന, വികസനം, അസംബ്ലി എന്നിവയിൽ മുൻപന്തിയിലുള്ള കമ്പനിയാണ്. എയ്റോസ്പേസ്, ഡിഫൻസ്, ബഹിരാകാശം എന്നിവയ്ക്ക് പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ മോഡേൺ ടെക്നോളജീസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സൊല്യൂഷൻസ് AMS വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ റെയിൽവേ, ഓട്ടോമോട്ടീവ്, ഹോം ലാൻഡ് സെക്യൂരിറ്റി വിപണികൾക്കും സൊല്യൂഷനുകളും നൽകുന്നു. വളരെ വലിയ സാങ്കേതികമായിട്ടുള്ള സൊല്യൂഷൻസും എൻഡ് ടു എൻഡ് ഡിസൈൻ, അസംബ്ലി, ടെസ്റ്റിംഗ് കഴിവുകളും ഷെയർ മാർക്കറ്റിലെ മത്സരത്തിൽ അവർക്ക് വളരെ വലിയ മുൻതൂക്കം നൽകുന്നുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയുള്ള സാഹചര്യം ഉണ്ടായ സമയത്ത് മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് സൊല്യൂഷൻസിന്റെ ആവശ്യകത വളരെയധികം വർദ്ധിപ്പിച്ചു വരുന്ന സമയത്താണ് അപ്പോളോ മൈക്രോ സിസ്റ്റം അവരുടെ പല സിസ്റ്റങ്ങളും വളരെ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ചത്. ഇവ പ്രതിരോധ വ്യവസായത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും ഒരു ഗെയിം ചേഞ്ചറായി മാറിക്കൊണ്ടിരിക്കുകയുമാണ്. 113.81 കോടിയുടെ ഒരു എക്സ്പോർട്ട് ഓർഡറും കമ്പനി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ സ്റ്റോക്ക് പ്രൈസ് 52 വീക്ക് ഹൈയിൽ എത്താനും ഇതൊരു വലിയ കാരണമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ നിലവിലുള്ള ഒരു ടെക്നിക്കൽ ലെവൽസ് നമുക്ക് നോക്കാം. മൂവിംഗ് ആവറേജസുകളും അതുപോലെ മറ്റു ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടായിരത്തി 24-25 ഫിനാൻഷ്യൽ ഇയറിലേക്ക് 25% ഫിനാൻഷ്യൽ ഡിവിഡന്റ് ശുപാർശ ചെയ്തിരിക്കുന്നു അപ്പോളോ മൈക്രോ സിസ്റ്റം. ഇത് ഇൻവെസ്റ്റേഴ്സിന് വലിയ കോൺഫിഡൻസ് നൽകുന്ന ഒരു വാർത്തയാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും വളരെയധികം ശ്രദ്ധേയമാണ്. 2024-25 ഒരു ഫിനാൻഷ്യൽ ഇയർ മുഴുവൻ അപ്പോളോ മൈക്രോ സിസ്റ്റം വളരെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കമ്പനിയുടെ മൊത്തം വരുമാനം 51% വർദ്ധിച്ചത്. ഓപ്പറേറ്റിംഗ് ഇൻകം കാണിക്കുന്ന എബിറ്റിഡ 54% വർദ്ധിച്ചു. കൂടാതെ 23.5% എന്ന ശക്തമായ എബിറ്റിഡ മാർജിനും നേടി. ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ട മറ്റൊരു കാര്യം, ഈ വർഷത്തെ മൊത്തത്തിലുള്ള അവരുടെ നെറ്റ് പ്രോഫിറ്റ് 81% ആണ് വർദ്ധിച്ചത്. കമ്പനിയുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു ഈ ഒരു വർധനവ്. ക്വാർട്ടർ 4 അവർക്ക് മികച്ച ലാഭം ഉണ്ടായി. 13.96 കോടി, ഏതാണ്ട് 8% വർധനമാണ് കമ്പനിക്ക് നേടാൻ കഴിഞ്ഞത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മൊത്ത വരുമാനം 161.77 കോടിയായിട്ട് വർദ്ധിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 19% വർധനയാണ്. എഫിഷ്യൻസി, ഗ്രോത്ത് എന്നിവയൊക്കെ ഈ കമ്പനിയുടെ മുഖമുദ്രയാണ്. കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് വളരെ പ്രോമിസിംഗ് ആണ്. അടുത്ത 2 വർഷത്തേക്ക് കമ്പനിയുടെ പ്രധാന ബിസിനസ് ഓരോ വർഷവും 45-50% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ധാരാളം കൺഫേംഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് ഉള്ളതുകൊണ്ട് കമ്പനിയുടെ പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ ഉൽപാദന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൊണ്ടാണ് ഇത്ര വലിയ ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. കൂടാതെ പുതിയ പല ഇൻവെസ്റ്റ്മെന്റും കമ്പനി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇൻഡിജിനസ് ഇന്നോവേഷനിലും ഡിജിറ്റൽ മാനുഫാക്ചറിംഗിലും അപ്പോളോ സ്ട്രാറ്റജിക് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയുള്ള പുതിയ അനുബന്ധ സ്ഥാപനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ സുരക്ഷാ ഇൻഫ്രാസ്ട്രക്ചറുകളിൽ തങ്ങളുടെ ലീഡർഷിപ്പ് കൂടുതൽ മെച്ചപ്പെടുത്താൻ കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഓഹരിയുടെ മൊത്തത്തിലുള്ള പ്രകടനം നോക്കിയാൽ കഴിഞ്ഞ മാസം സ്റ്റോക്കുകൾ ഏതാണ്ട് 60% വരെയാണ് ഉയർച്ച കൈവരിച്ചത്. 6 മാസത്തിനിടെ 88% വർധനവും മൊത്തം ഈ വർഷത്തിൽ 77% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ അപ്പോളോ മൈക്രോ സിസ്റ്റത്തിന്റെ ഷെയർ പ്രൈസ് ശ്രദ്ധേയമായ വരുമാനം നൽകിയിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ 485% വർധനയും കഴിഞ്ഞ 5 വർഷത്തിനിടെ 2150% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. ഒരു ട്രൂ മൾട്ടി ബാഗർ ആയിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോളോ മൈക്രോ സിസ്റ്റം. കമ്പനി MD കരുണാകർ റെഡ്ഡി പറഞ്ഞതുപോലെ 2025 സാമ്പത്തിക വർഷത്തിൽ അപ്പോളോ മൈക്രോ സിസ്റ്റം അടിസ്ഥാനപരമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. വരുമാനത്തിലും ലാഭത്തിലും വർധനവുണ്ടായി. ശക്തമായ ഓർഡർ ബുക്കും ജിയോ പൊളിറ്റിക്കൽ ഡിമാൻഡുകളും പിന്തുണയ്ക്കുന്ന പ്രധാന പ്രതിരോധ ബിസിനസ്സിൽ നിന്ന് ഭാവിയിൽ കമ്പനി ഗണ്യമായ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു കുതിച്ചുചാട്ടത്തിന് പ്രധാനമായ കാരണം 113.81 കോടിയുടെ എക്സ്പോർട്ട് ഓർഡറാണ്. ഒരു ഏവിയോണിക് സിസ്റ്റം വികസിപ്പിക്കുന്നതിനാണ് ഈ ഒരു ഓർഡർ ലഭിച്ചത്.
സിവിൽ മിലിറ്ററി വിമാന ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നതിനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു നൂതന ഏവിയോണിക് സിസ്റ്റം വികസിപ്പിക്കാനാണ് അപ്പോളോ മൈക്രോസിസ്റ്റം പദ്ധതിയിടുന്നത്. ഇതൊരു ഗെയിം ചേഞ്ചർ പ്രോജക്ട് ആയിരിക്കും. ഇതുകൂടാതെ മെയ് 28 അപ്പോളോ മൈക്രോസിസ്റ്റംസ് ഒരു ഏവിയോണിക് സിസ്റ്റം വികസിപ്പിക്കുന്നതിനായി 114 കോടി രൂപയുടെ കയറ്റുമതി ഓർഡർ നേടിയതായി അറിയിച്ചതിനെ തുടർന്ന് അതിന്റെ സ്റ്റോക്കുകൾ 11% ഉയർന്നത്. കൂടാതെ ഡിവിഡന്റ് പേ ഔട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തേക്ക് 0.25 ലാഭവിഹിതവും അംഗീകരിച്ചിട്ടുണ്ട്. ഇത് ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. അപ്പോ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അപ്പോളോ മൈക്രോസിസ്റ്റത്തെ പറ്റി നൽകിയത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ചുരുക്കത്തിൽ അപ്പോളോ മൈക്രോസിസ്റ്റം റോബസ്റ്റ് ഗ്രോത്ത് നേടിയിരിക്കുകയാണ്. പ്രതിരോധ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും കമ്പനിയുടെ ശക്തമായ ഓർഡർ ബുക്കും അവരുടെ ഭാവി വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. ഈ ഒരു സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എത്തുന്നതാണ്. അതുപോലെ തന്നെ അപ്പോളോ മൈക്രോസിസ്റ്റത്തിന്റെയും അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകൾ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.